കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ കോൺട്രവേഴ്ഷ്യൽ ആകുകയാണ്. യേശു കഴിഞ്ഞ കുറേ ദിവസമായിട്ട് യഹൂദരുമായി തർക്കിക്കുന്ന, അല്ലെങ്കിൽ അവൻ ആരാണ്, അവൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾക്ക് നൽകുന്ന വചനഭാഗങ്ങളാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും അതിൻ്റെ കണ്ടിന്യൂഷൻ ഇങ്ങനെയാണ് പോകുന്നത്. യേശു പറഞ്ഞു, ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവനൊരിക്കലും മരിക്കുകയില്ല. ഇത് കേട്ടപ്പോൾ യഹൂദർക്ക് ദേഷ്യം വന്നു. അവരുടനെ അവരുടെ ലിസ്റ്റൊക്കെ എടുത്തു തുടങ്ങി. ലിസ്റ്റിൽ ആദ്യം അവർ കോട്ട് ചെയ്യുന്നത് അബ്രഹാത്തെയാണ്. ഞങ്ങളുടെ അബ്രഹാം മരിച്ചു, എല്ലാ പ്രവാചകന്മാരും മരിച്ചു, ഇനി അബ്രഹാത്തേക്കാൾ വലിയ ആളാണോ? ഇത്രത്തോളം മരണമില്ല എന്നൊക്കെ വാദിക്കുമ്പോൾ അതെങ്ങനെ ശരിയാവും? ഞങ്ങളുടെ പിതാവായ അബ്രഹാത്തേക്കാളും വലിയവനാണോ നീ? ഇങ്ങനെ വളരെ പെരിഫറലായി നിന്നുകൊണ്ട് ഈ ഭൂമിയിൽ അവർ കണ്ട കാഴ്ചകളെക്കുറിച്ചാണ് അവർ തർക്കിച്ചുകൊണ്ട് വാദിച്ചുകൊണ്ടിരിക്കുന്നത്. യേശുവിനോട് ഈ ചോദിച്ച ചോദ്യത്തിന് യേശു നൽകുന്ന ഉത്തരം അതിനേക്കാൾ മനോഹരമാണ്. യേശു കുറേ എക്സ്പ്ലനേഷൻ നൽകിയിട്ട് പറയും, എൻ്റെ പിതാവും ഞാനും ഒന്നാണ്, അവിടെ നിന്നാണ് എന്നെ മഹത്വപ്പെടുത്തുന്നത്. എന്നിട്ട് യേശു അവസാനം പറഞ്ഞു നിർത്തുന്നത് ഇങ്ങനെയാണ്: അബ്രഹാത്തിന് മുമ്പേ ഞാനിവിടെയുണ്ട്. ഇവർക്ക് കൃത്യമായൊരു ക്ലാസിക്കൽ ഉത്തരമാണ് യേശു നൽകിയത്. അവൻ ആദിയിലെ വചനമാണെന്നും ആ വചനം ജീവനാണെന്നും ആ ജീവൻ പ്രാപിച്ചതാണ് ക്രിസ്തുവെന്നും. ഇതൊന്നും മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് അവസാനം അവരെന്ത് ചെയ്തു? അവനെ കല്ലെറിയാനായിട്ട് കുഞ്ഞ് കല്ലെടുത്തു. തൊട്ടു മുമ്പ് വ്യഭിചാരിയായ സ്ത്രീയെ കല്ലെറിയാൻ വേണ്ടി കല്ലും സൂക്ഷിച്ചു നിന്നവരാണ്. ഇപ്പോൾ അതേ കല്ലുകൾ അവർ ഉയർത്തുന്നത് യേശുവിനെതിരായിട്ടാണ്. വചനം അവസാനിക്കുന്നിടത്ത് യേശു അവരിൽ നിന്നും മറഞ്ഞ് ദേവാലയത്തിലേക്ക് പോയി. പ്രിയമുള്ളവരെ, വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മനസ്സിലാക്കാൻ കഴിയാത്ത മനുഷ്യരൊക്കെ അവസാനം കല്ലുകളെടുക്കും. അവർക്കിനി പറയാൻ വാക്കുകളില്ല. അതുകൊണ്ട് അവർക്കിനി ഒരു വഴിയേ ഉള്ളൂ: നശിപ്പിച്ച് കളയുക. ഈ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മനുഷ്യർ ഒത്തിരി വിമർശനങ്ങൾ കേൾക്കുന്നതായിട്ട് കണ്ടിട്ടില്ലേ? ഒത്തിരി നന്മകൾ ചെയ്യുന്നവരും ഒത്തിരി ഭൂമിയിൽ നിന്ന് അല്പം ഉയർന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന മനുഷ്യരൊക്കെ ഏറ്റവും അധികം വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഏറ്റുവാങ്ങുന്നവരാണ്. പക്ഷേ ഇതെല്ലാം ഏറ്റുവാങ്ങുമ്പോഴും അവരുടെ നേരെ കല്ലുകൾ ഉയരുമ്പോഴും അവർ ചെയ്യുന്നത് അവിടെ നിന്ന് വഴുതി മാറി ദേവാലയത്തിലേക്ക് പോവുക എന്നുള്ളതാണ്. നമ്മളൊക്കെ ഒത്തിരി വിമർശനങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ, ഒത്തിരി കുറ്റപ്പെടുത്തലുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ നമുക്കും നല്ലൊരു സൊല്യൂഷൻ ഇത് തന്നെയാണ്. നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും ചിലർക്ക് മനസ്സിലാകില്ല. നമ്മുടെ മുമ്പിലുള്ളവർക്ക്, നമ്മളെ കേൾക്കുന്നവർക്ക്, ആരോടാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവർക്ക് ഒത്തിരിയേറെ പ്രാവശ്യം സത്യം എന്താണെന്നും ആ സത്യം എങ്ങനെയാണെന്നൊക്കെ പറയുമ്പോഴും മനസ്സിലാക്കാത്ത പോകുന്ന മനുഷ്യർ അവസാനം നമ്മളെ ചെയ്യാൻ പോകുന്നത് നമ്മൾ നശിപ്പിക്കാൻ തീരുമാനിക്കും. നമ്മുടെ വാക്കുകളെ അവർ കുറ്റം കണ്ടെത്തി അവസാനം നമ്മളെ തന്നെ വകവരുത്താൻ തീരുമാനിക്കും. അങ്ങനൊരിടം കിട്ടുമ്പോൾ പിന്നീട് നമുക്കുള്ള നല്ലൊരിടം എന്താണെന്ന് ചോദിച്ചാൽ അത് അവരുടെ മുമ്പിൽ നിൽക്കുക എന്നുള്ളതല്ല, നമ്മൾ എവിടെയാണോ നിൽക്കേണ്ടത് അവിടേക്ക് പോവുക. യേശു അവസാനം ചെയ്തത് അവൻ ദേവാലയത്തിലേക്ക് മടങ്ങിപ്പോയി. കാരണം അവനറിയാം ഈ വാക്കുകളൊന്നും ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതോടുകൂടി യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. കാരണം യേശുവിനറിയാം കൂടുതൽ തർക്കങ്ങളൊന്നും കൂടുതൽ നന്മയിലേക്ക് വയ്ക്കില്ല. അവനറിയാം ഞാനായിരിക്കേണ്ടിടം ദേവാലയമാണ്. കുറച്ചും കൂടി ഉന്നതപ്പെട്ട കാര്യങ്ങൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നിടത്ത് നിൽക്കുമ്പോൾ ഈ വിമർശനങ്ങളും ഈ കുറ്റപ്പെടുത്തലൊക്കെ എന്തിനധികം കേൾക്കണം? ഒഴിഞ്ഞ കുടത്തിലല്ലേ വെള്ളം ഒഴിച്ചിട്ട് കാര്യമുള്ളൂ. നിറകുടത്തിൽ വെള്ളം ഒഴിച്ചിട്ട് എന്ത് ഗുണം? അങ്ങനെ യേശു അവിടെ നിന്ന് മാറി ദേവാലയത്തിലേക്ക് പോയി. നമ്മളുടെ ജീവിതവും ഇതുതന്നെയാണ്. കുറേ വിമർശനങ്ങളൊക്കെ കേൾക്കുന്നു എന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് അവിടെ തെന്നി മാറുക. എവിടെയാണോ നമ്മളായിരിക്കേണ്ടത് അവിടേക്ക് മടങ്ങിപ്പോവുക. ഒരു ദേവാലയം നമുക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ, നമ്മളെ കുറ്റപ്പെടുത്താത്ത, വിമർശിക്കാത്ത ഒരിടം നമുക്ക് വേണ്ടി സജ്ജമാക്കിയിരിക്കുമ്പോൾ പിന്നെ എന്തിന് മനുഷ്യരോട് നാം തർക്കിച്ചുകൊണ്ടിരിക്കുന്നു? ധൈര്യപൂർവ്വം ഇറങ്ങിപ്പോകാനുള്ള ഒരു മനസ്സുകൂടി ഒരു സ്പിരിച്വാലിറ്റിയുടെ ഭാഗമാണ്. കയറിച്ചെല്ലാൻ ഒരു ദേവാലയം ഉണ്ടായിരിക്കുമ്പോൾ കുറ്റപ്പെടുത്തുന്ന ഈ ഇടം എന്തിനാണ് നമുക്ക്? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആലയം ദേവാലയം, ഓർമ്മയുണർത്തും ദേവാലയം, ബാല്യം മുതലേ നടവഴിയിൽ, ആത്മീയതയുടെ തിരുവഴിയിൽ, പ്രാർത്ഥന കൊണ്ടു കൊരുത്തൊരു ജീവിതമാർഗം കാട്ടിയ ദേവാലയം, ആലയം ദേവാലയം.
കാലം വീഴ്ത്തിയ കറകളുമായി, കാതം താണ്ടിയ ദുരിതവുമായി, കാലം വീഴ്ത്തിയ കറകളുമായി, കാതം താണ്ടിയ ദുരിതവുമായി, കണ്ണീർ പൊടിയും വിങ്ങലുമായി നിൽപ്പൂ വീണ്ടും തിരുനടയിൽ. കുരിശിൽ കണ്ടു വേദന നീക്കും മനുജകുലത്തിൻ പാലകനെ. ആലയം ദേവാലയം, ഓർമ്മയുണർത്തും ദേവാലയം. ബാല്യം മുതലേ നടവഴിയിൽ, ആത്മീയതയുടെ തിരുവഴിയിൽ, പ്രാർത്ഥന കൊണ്ടു കൊരുത്തൊരു ജീവിത മാർഗം കാട്ടിയ ദേവാലയം. ആലയം ദേവാലയം.